ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ തന്നെ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാത്ത ഒരു വീഡിയോ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നതും വീഡിയോയിൽ കാണുന്നതും വേറെ വേറെ. ഇപ്പം ഞാൻ എന്തായാലും രാവിലെ എണീച്ചിട്ടുണ്ട്. പല്ലേച്ചൊക്കെ കഴിഞ്ഞു. പല്ലേക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ എന്തൊക്കെ പറയണമെങ്കിൽ എന്താ മനസ്സിലാവില്ല. പല്ല് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്താലോ എന്ന്. ഇപ്പോഴാണ് എക്സസൈസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും വിചാരിച്ചത് ഒന്ന് സ്ട്രെച്ച് ആവാമെന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഒന്ന് സ്ട്രെച്ച് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സ്കൂളിൽ പോകണല്ലോ. അപ്പം നമ്മളൊന്ന് എനർജറ്റിക്കായി പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പം അതിനെക്കൊണ്ട് തന്നെ കുറച്ചൊന്ന് എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞു എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ കേട്ടോ, ഭയങ്കര ഓവറായിട്ടുള്ള എക്സസൈസ് അല്ല. പക്ഷേ നമ്മൾ കോമൺലി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസാണ്. എനിക്കങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ പുറമേ എനിക്ക്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ട് എനിക്കറിയാവുന്ന കുറച്ച് ഇതെല്ലാ സമയവും ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, റുട്ടീൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ റുട്ടീനിൽ ഇങ്ങനെ ഒരു എക്സസൈസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സസൈസ് മുടക്കണ്ട വിചാരിച്ചിട്ട് എപ്പോൾ എണീച്ചാലും ഇന്നിപ്പോൾ ലേറ്റായിട്ട് എണീച്ചൊരു ദിവസമായിരുന്നു. എന്നിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്തൊക്കെയോ എക്സസൈസാണ്. ഞാൻ ഇങ്ങനത്തെ എന്തൊക്കെയോ എക്സസൈസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സസൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നമ്മുടെ നെക്കിനും ഫേസിനും ഒക്കെ നല്ലൊരു ഇത് വരട്ടി വെച്ചിട്ട് അവിടെയും ഞാൻ മുഖത്തും അങ്ങനെ ഒരു എക്സ്പ്രഷനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഏന്തിയും താന്നും ഇങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഈ ഒരു എക്സസൈസ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പം അധികം ഞാൻ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കുളിക്കുന്നില്ല, ബിക്കോസ് നല്ല മഴ ആയിക്കൊണ്ടാണ്. അങ്ങനെ ഞാൻ യൂണിഫോം ഇട്ട് വന്നു. ഇന്ന് അമ്മയാണ് മുടി കെട്ടി തന്നത്. പിന്നെ വീഡിയോ ആ ക്ലിപ്പ് എടുക്കാൻ എന്നോട് മറന്നു. പിന്നെ ഏതൊരു തീർന്ന ഐലൈനർ എടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പകുതി ഐലൈനർ ഇല്ല. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് എഴുതണം. അപ്പം അതിനെക്കൊണ്ട് എന്തായാലും എഴുതി കളയാന്ന്. എന്തായാലും എനിക്ക് എഴുതാണ്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ പോകാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പം അതിനെക്കൊണ്ട് തന്നെ ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണെഴുതി ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ കുളിച്ചില്ലെങ്കിലും കുളിച്ചൊരു ഫീലൊക്കെ കിട്ടും. അപ്പോൾ അതിനെക്കൊണ്ട് അങ്ങനെ കണ്ണെഴുതി കൊടുക്കുന്നു. ഞാൻ മിക്ക ദിവസം കുളിക്കാറില്ല കേട്ടോ. വെയിൽ കയറുന്നു രാവിലെ. കുളിച്ചാൽ എൻ്റെ മുടി ഉണങ്ങൂല. പിന്നെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യേണ്ടി വരും. അത് ലിയോൻ്റെയും കൂടി യൂസ് ചെയ്യുന്നതാണ് കൊണ്ട് ഞാൻ യൂസ് ചെയ്യേണ്ട കേട്ടോ. അതിൽ ഞാൻ പകുതിൻ്റെ ക്രാഫ്റ്റ് ഉണക്കാൻ, പിന്നെ ലിയോൻ്റെ മുടിയൊക്കെ ഉണക്കാൻ ആണ് അത് യൂസ് ചെയ്യുന്നത്. തല അങ്ങനെ ഉണക്കാൻ എപ്പോഴും യൂസ് ചെയ്തെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വൺ ടൈമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ അടുത്ത് വേറെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാണാണ്ടായിപ്പോയി. അപ്പം അതിനെക്കൊണ്ട് ലിയോനായിട്ട് നമുക്ക് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ലിയോന് പിന്നെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ലിയോനും കൂടെ അത് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ എടുത്താണ്. ഇന്നിപ്പോൾ ഇപ്പം നല്ല ചുമയുണ്ട്. ഇപ്പം നാളെ സ്കൂളിൽ പോകണമല്ലോ. ബിക്കോസ് ഇതിപ്പം ഞാൻ എടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂസ്ഡേ ആയിരുന്നു, മൺഡേ ആയിരുന്നു ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്നാണ് ഈ വീഡിയോ ഇന്ന് തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ വോയിസ് ഓവറൊക്കെ ഞാൻ കൊടുത്തോണ്ടിരുന്നുണ്ടായിരുന്നത് കേട്ടോ. വെനസ്ഡേ, ഇതിപ്പോൾ തേഴ്സ്ഡേ ആണല്ലോ. അപ്പം എന്തായാലും ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ണ് എഴുതപ്പോഴാണ് എന്നെ കാണാൻ വലിയൊരു ഭംഗി വന്നത്. പിന്നെ ഞാൻ കുഞ്ഞാപ്പി പൊട്ട് ഇടാറുണ്ട്. എനിക്കിങ്ങനെ വലിയ പൊട്ട് ഇടുന്നത് കറൻ്റ്ലി എനിക്കങ്ങനെ ഇഷ്ടമല്ല. അതെന്തോ പോലെ എനിക്ക്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞി പൊട്ട് ഇടാറുണ്ട്. കുഞ്ഞെന്ന് വെച്ചാൽ വളരെ കുഞ്ഞിയല്ല, വലുത് വെച്ചാൽ വളരെ വലുതുമല്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു പൊട്ടാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഒരിത് കിട്ടുള്ളൂ. എപ്പോഴും പൊട്ടൊന്നും തൊടാറില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പൊട്ടൊക്കെ തൊടാറുണ്ട്. ഇനിയിപ്പം ഞാൻ എന്തായാലും പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്ക് ഇനിയിപ്പം നേരെ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചത് ഞാൻ വീഡിയോ എടുത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. സ്കൂളിൽ പോയിട്ട് വീട്ടിലേക്കല്ലേ വരാം. നമ്മൾ അമ്മേൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പം അതിനെക്കൊണ്ട് തന്നെ ഞാൻ വേറെ ഫോണിലൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കാം. അപ്പോൾ എന്തായാലും പറ്റും. ഇനിയിപ്പോൾ ഞാൻ സ്കൂളിലെല്ലാം വിട്ട് വന്നിട്ടോ.
അപ്പം ഞാനൊരു പോക്കായിട്ടാണ് പോയത്. അപ്പം ഞാൻ നേരെ നമ്മുടെ എട്ടേരണ്ട് എന്ന സ്ഥലത്തുള്ളൊരു മെഡിക്കൽ ലാബിലേക്കാണ് വന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിരുന്നു. അപ്പം ഇന്ന് ID കാർഡ് കിട്ടി. പോകുമ്പോൾ ID കാർഡ് കിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്നാട്ടോ മൺഡേ ആണ് ID കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അവിടെ അടുത്ത് ഫേമസ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ടല്ലോ, അവിടെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ റിസൾട്ടും കിട്ടി. ഞാൻ നേരെ ഓട്ടോയിൽ കയറിയിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോയായിരുന്നു. ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാനായിട്ട് നമുക്കത് റിസൾട്ടും കൊണ്ടിട്ട്. അപ്പം എന്തായാലും ഓട്ടോയിൽ കയറി നമ്മൾ നേരെ ആ സ്ഥലത്തേക്ക് ഞങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വരുന്നതെന്ന് എനിക്ക് എടുക്കും. പിന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണ പോസ്റ്റായിരുന്നു കേട്ടോ. പോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. അത്രയ്ക്കായിരുന്നു. നമ്മളേറ്റവും ലാസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇങ്ങോട്ട് വരുന്നതും വീട്ടിലെത്തി അങ്ങനത്തെ ഒരു കാര്യങ്ങളും എടുത്തില്ല. ബിക്കോസ് ഇവിടെ വിരുന്നാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കുഞ്ഞു വാവയും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതിനെക്കൊണ്ട് പിന്നെ വേറെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു അവളുടെ തന്നെ. അപ്പം അതിനെക്കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. എനിക്ക് ചെറിയ മരണമായിക്കൊണ്ടത്. പിന്നെ ഞാൻ ഈ ഫോണിലാട്ടോ, ഇതാണ് അമ്മേൻ്റെ ഫോണ്. ഞാനിപ്പം എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫോണ്. നേരത്തെ ഒരു ലാബിൽ നിന്നൊക്കെ വീഡിയോ എടുത്തില്ല. അത് അമ്മേൻ്റെ ഫോണിൽ എടുത്ത ഫോണ്. ഇതാണ് അമ്മേൻ്റെ ഫോണ്. ഞാനിപ്പോൾ ഇതിൽ വീഡിയോ എടുക്കാൻ പോവായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ആലോചിച്ചത്, അയ്യോ എന്തായാലും പകുതിയും ഈ ഫോണിൽ നമ്മൾ എൻ്റെ ഫോണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ അതിൽ തന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കളിക്കാനൊന്നും പോയില്ല കേട്ടോ. ബിക്കോസ് ഇന്ന് ആരും കണ്ടില്ല. ഞാൻ അവരെ കൊണ്ട് കളിക്കാനൊന്നും ഞാൻ പോയില്ല. പിന്നെ അവരൊക്കെ പോയപ്പോൾ ഞാൻ കുളിക്കാൻ പോയി. ബിക്കോസ് നമ്മൾ ബാത്റൂം പോയിട്ട് ലാബിലും ഹോസ്പിറ്റലിൽ പോയി കുളിച്ചിട്ടില്ല. അപ്പം എന്തെങ്കിലും പോയി കുളിച്ചിട്ട് വരാൻ വെച്ചു. അങ്ങനെ കുളിച്ച് വന്നപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സുഖമായിരുന്നു എനിക്ക്. ബിക്കോസ് ഇത്രയും നാൾ ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു. മേലേക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയായിരുന്നുകൊണ്ട് തന്നെ തല കുളിക്കാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒന്നും ഞാൻ കുളിച്ചിട്ടില്ല. ഈ ആഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് തല നനയ്ക്കുന്നത്. ആൻഡ് ഭയങ്കര ഒരു അടിപൊളി ഫീലായിരുന്നു കേട്ടോ എനിക്കത്. പിന്നെ ഞാനിങ്ങനെ മുടിയിലിങ്ങനെ തൊട്ട് കളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ചുരുണ്ടായതുകൊണ്ട് തന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കും. അതിനെക്കൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിക്കൊണ്ടിരിക്കാനെന്ന് ഞാൻ നോക്കും. ഒന്നെങ്കിൽ മുടി അയച്ചിടാൻ നോക്കും, അല്ലെങ്കിൽ കെട്ടി വെക്കാൻ നോക്കും. ഇതന്നെ അയച്ചിടാൻ കെട്ടി വെക്കുക അത് തന്നെയായിരുന്നു. പിന്നെ കെട്ടി വെക്കുന്ന അത്ര നല്ല അതിനെക്കൊണ്ട് ഞാൻ ചെറുതായിട്ട് ടൈറ്റില്ലാണ്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുമായിരുന്നു. കുഴപ്പമില്ല. പിന്നെ പഠിക്കാനുള്ള സെറ്റപ്പിലേക്ക് പോയി. പഠിക്കാനുള്ള സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് എടുത്ത് വെക്കുക, എന്നിട്ട് പഠിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങളീ കാണുമ്പോൾ വലിയ ബാഗൊക്കെ ഉണ്ടെങ്കിലും ബട്ട് അതിനകത്ത് എനിക്ക് കുറേ ബുക്സ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നിങ്ങളാലേക്കും ഇതാണോ കുറേ ബുക്സ്, ഇതിനെക്കാട്ടും ഞങ്ങൾക്കൊക്കെ കൊണ്ടുപോകാൻ നിങ്ങൾ വിചാരിക്കുമെങ്കിലും കറൻ്റ് ഞാൻ പറയാം, ഈ ബുക്കും ഇപ്പം എനിക്ക് ഇത്ര ബുക്കുണ്ട്. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് അത്ര ബുക്കുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് അത്ര നോട്ട്സും അത്ര ടെക്സ്റ്റും ഉണ്ട്. അത് പിന്നെ എൻ്റെ ഫുഡ്, പിന്നെ നമുക്ക് കോട്ട, ഇതെല്ലാം കൂടെ വെക്കുമ്പോൾ ഒരുമാതിരി വെയിറ്റാണ്. ഭയങ്കര നമുക്ക് ഓരോ ദിവസം ചില ദിവസം ബുക്ക് കൂടുതലായിരിക്കും, ബുക്ക് കുറവായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം അങ്ങനെ തന്നെയാണ്. അതിനെക്കൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ കണ്ണാടീൻ്റെ മുന്നിൽ തന്നെയാണ് മുടീൻ്റെ കുഴപ്പം കൊണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ബുക്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത്ര പെട്ടെന്ന് രാത്രിയായി. അതുകൊണ്ട് വീഡിയോൻ്റെ ഈ വീഡിയോ ആകെ 15 മിനിറ്റുള്ളൂ. സാധാരണ 17, 18, 20 മിനിറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ബുക്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ ബുക്സൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്കിപ്പോൾ കാണിച്ചില്ല എന്ന് വേണ്ടല്ലോ, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞോ എനിക്കറിയില്ല കേട്ടോ. ഇനി 2 ബുക്ക് കൂടെ ഉള്ളൂ. ഇത്രയും ബുക്കുണ്ട് ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട്. നല്ല വെയിറ്റ് ഉണ്ട്. 200 പേജിൻ്റെ ആണ് ഫുള്ള്. ഇനി അടുത്തത് ടെക്സ്റ്റ് നോക്കാം. ടെക്സ്റ്റ് ഇത്ര 2 ടെക്സ്റ്റല്ല കേട്ടോ ഉള്ളത്. പോയിരുന്നു. അതിൻ്റെ അകത്തൊരു വലിയ ടെക്സ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷ്, മാത്സ്,
EVS സയൻസ്, EVS അല്ല സയൻസ്, ഈ 5 എണ്ണം ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഒരു ഇംഗ്ലീഷ് തന്നെ 200-ലും കൂടുതൽ പേജസ് ഉണ്ട്. പിന്നെ മാത്സ് അത്ര, ഇംഗ്ലീഷ് EVS നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ EVS എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ EVS എന്നാണ് പറയണത്. സയൻസ് സയൻസും ഉണ്ട് അത്ര. അങ്ങനെ ഞാൻ എവിടേക്കോ എൻ്റെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മമ്മി കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഫോൺ എടുത്ത് വെച്ചിട്ടാണോ നീ പഠിക്കുന്നത്, അതെടുത്ത് മാറ്റി വെക്ക് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ റിസ്ക് എടുക്കുന്നില്ല. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ ക്യാച്ച് ചെയ്യാൻ മറന്നുപോയതാണ്. ഫുഡൊക്കെ കഴിച്ച് എനിക്ക് പിന്നെയും പഠിക്കാനുണ്ടായിരുന്നതാ. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അർത്ഥം പഠിക്കാനുണ്ടായിരുന്നു. അപ്പം മലയാളത്തിലെ അർത്ഥവും ഞാൻ പഠിക്കുമായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ആ സ്റ്റിച്ച് ചെയ്താൽ ഞാൻ എനിക്ക് കാണിച്ചു തരാം. എന്തായാലും ഞാൻ പഠിക്കട്ടെ. അങ്ങനെ ഇതാണ് എൻ്റെ സ്റ്റിച്ചിങ് സംഭവം. ഇതാണ് കേട്ടോ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കയറ്റും ഇത് തന്നെയാണ് സംഭവം. ബട്ട് എനിക്ക് ആ സ്റ്റിച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടുള്ള പണിയാണ് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് ഈ സ്റ്റിച്ചിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ സ്റ്റിച്ചിങ്. നിങ്ങളായിരിക്കും ഇത് എന്താ അപ്പം ഇങ്ങനെ കാണിക്കുന്ന ആവശ്യം എന്നൊക്കെ നിങ്ങളിങ്ങനെ വിചാരിക്കും. ഐ നോ, ഈ കാര്യങ്ങൾ ഞാൻ പറയാണ്. എനിക്കിതൊരു വലിയ കാര്യമാണ്. വലിയ പൊത്തക്ക കാര്യമൊന്നുമല്ല. എനിക്ക് സ്റ്റിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ചെയ്യാൻ അറിയാത്ത ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ അത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡാണ് എനിക്ക് തന്നെ. ഓക്കെ, അങ്ങനെ ഞാൻ എന്തായാലും മുടി എല്ലാം കെട്ടിവെച്ചത് ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണിക്കാൻ മറന്നുപോയി. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റിച്ചിങ് എന്താ പറയുക, അതിൻ്റെ പേരെന്തായാലും സ്റ്റിച്ചിങ് ബോക്സ് ഞാൻ കാണിച്ചുതരാം. ആദ്യം തന്നെ ഒരു നൂലുണ്ട്, അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക സ്റ്റിച്ച് ചെയ്യുന്ന പിന്നും ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു പിന്നും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അഫ്കോഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളിയാണോ എനിക്കറിയില്ല, കറക്റ്റ്ലി എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു നൂലുണ്ട്. പിന്നെ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത സാധനം. വലുതായിട്ട് അങ്ങനെ ഇതാക്കാനൊന്നും ഇല്ലെങ്കിലും എനിക്കിത് ഞാൻ പറഞ്ഞില്ലേ പ്രൗഡാണ്. ഞാൻ ഇത്രയും ചെയ്തില്ലേ, എനിക്കൊരാൾ കാണിച്ചു തന്നിട്ടാണ് ഞാൻ ചെയ്തെങ്കിലും, അമ്മ കാണിച്ചു തന്നിട്ടാണ് ചെയ്തെങ്കിലും എനിക്കിത് ഭയങ്കര പ്രൗഡുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ജസ്റ്റ് എന്താ പറയുക അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് എന്നെ അറിയില്ല ഞാൻ എന്താ പറയുന്നത്. അങ്ങനെ ജസ്റ്റ് ഞാൻ അതും കാണിച്ചു തന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ വേണ്ട, എന്നെക്കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ എന്താ ഇതൊക്കെ ഒന്ന് നോട്ടും ടെക്സ്റ്റും ഒക്കെ എനിക്കൊന്ന് എടുത്ത് വെക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ വീഡിയോ കാണിക്കുന്നതാണ് തോന്നാട്ടാ. ഉണ്ട് വീഡിയോ കാണിക്കുന്നുണ്ട് അതൊക്കെ. പിന്നെ എനിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും നിങ്ങളൊന്നും പറയാനില്ല. ബുക്ക് എടുത്ത് വെക്കണം, നാളെ സ്കൂളിൽ പോകണം, കിടന്നുറക്കണം, രാവിലെ ഇരിക്കണം. ആൻഡ് ദ സെയിം പ്രോസസ്സ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സെയിം ബട്ട് ഡിഫറെൻറ്റ്. ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് സെയിം ആണ്. അത്രയേ ഉള്ളൂ. നോട്ട്സൊന്നും നോക്കേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് എടുത്ത് വെക്കാൻ പറ്റും. അതെൻ്റെ ഒരു കഴിവ്. എനിക്കറിയാം ഏതൊക്കെ ദിവസം ഏതൊക്കെ ബുക്കാണ് വേണ്ടതെന്ന്. അതിനെ കൊണ്ടാണ്. പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം തന്നെ എടുത്ത് വെക്കും. രാത്രി തന്നെ എടുത്ത് വെക്കും. രാവിലെ എടുത്ത് വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ രാത്രി തന്നെ ഞാൻ ഈ ബുക്സ് എല്ലാം എടുത്ത് വെക്കാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം അതിനെക്കൊണ്ട് ഞാൻ അതിങ്ങനെ വേഗം തന്നെ എടുത്ത് വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീച്ച് പിന്നെ ഞാൻ ഇത്രയും സംഭവങ്ങൾ ചെയ്യണം. പിന്നെ ഈ ബുക്ക് എടുത്ത് വെക്കുന്നതും കൂടെ എനിക്ക് ചെറിയൊരു പാടാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ എന്തായാലും റിസ്ക് എടുക്കാറില്ല. രാത്രി തന്നെ അത്രയ്ക്കും പറ്റാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ബുക്സ് എന്താ പറയുക രാവിലെ എടുത്ത് വെക്കുക കേട്ടോ. എനിക്ക് ചില സമയത്ത് നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളിൽ പോകും. ഞാൻ സ്കൂളിൽ പോകാറുണ്ട്. കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ സ്കൂളിൽ പോകും. അപ്പം ആ സമയത്ത് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാൻ എന്തായാലും രാത്രി എടുത്ത് വെക്കില്ല. ബിക്കോസ് ഞാൻ അത്രയും ടയേർഡ് സമയത്ത് മാത്രം
അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കേരള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തതെന്നല്ല എപ്പോഴും പറയാറുണ്ടായത്. ഇനിയും എന്തായാലും അടിപൊളി വീഡിയോസ് വരും. ഇന്ന് ഞാൻ ഡാൻസൊക്കെ ഇടണം. അപ്പം ബൈ.